വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ 2025-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KK ജോഷി വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സുബോധ ഷാജി കരട് പദ്ധതി രേഖാവതരണം നടത്തി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണി അജയൻ, KS നിബിൻ, അസീന അബ്ദുൽസലാം, നീതു ബിനോദ് എന്നിവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ഡോണോ മാസ്റ്റർ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ MG ഷൈനി, ജിജി വിൻസെന്റ്, EK ജയൻ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറ്റോണിയ T. അൽമേഡ നന്ദിയും പറഞ്ഞു. തീർച്ചയായും ജനപ്രതിനിധികളുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഹുമാനായ മന്ത്രിയോ ജില്ലയിലെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ദുരന്ത നിവാരണ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ അടിയന്തരമായി അതിൻ്റെ ഒരു പ്രത്യേക യോഗം ചേരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഡ്രഡ്ജിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇട നൽകുന്ന ഒന്ന് തന്നെ എൻ്റെ നീരെഴുത്ത് സുഗമമാകുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജനജീവിതത്തെ വളരെ പ്രധാനമായി ബാധിക്കുന്നതാണ്. അത് വീരൻപുഴ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു. ജൈവവൈദ്യുതി പദ്ധതിയുടെ അനുബന്ധ പരിപാടിയായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ 38 കോടി രൂപ അടിവരയിട്ട് പറയുകയാണ്. 38 കോടി രൂപ ലാപ്സായി പോകാൻ ഇടയാക്കിയതാണ്. അപ്പൊ അത് നബാർഡിന്റെ സഹായത്തോടുകൂടിയുള്ള പദ്ധതിയായിരുന്നു. നബാർഡിന്റെ വായ്പാ പദ്ധതി അത് കൃത്യമായ സമയത്ത് ചെയ്തില്ലെങ്കിൽ നബാർഡ് അതിൽ നിന്ന് പിൻവാങ്ങും. പിന്നെ അത്രയും കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു നമുക്ക് വിനിയോഗിക്കാനുള്ള ചില പ്രയാസങ്ങളുണ്ട്. ഇതിനിടയിൽ കടമക്കുടിയിൽ വന്ന കേസ്, KITCയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നതിനെ തുടർന്നാണ് നമുക്ക് ആ പ്രയാസങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും പദ്ധതി പ്രയോജനപ്പെടുത്തി നമുക്ക് ആ പദ്ധതികൾ നമ്മുടെ വീരൻപുഴ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പുഴകളും കൈത്തോടുകളുമെല്ലാം നമുക്ക് ആയം കൂട്ടാനും വർദ്ധിപ്പിക്കാനും എല്ലാം ഉള്ള കാര്യങ്ങൾ കൂട്ടായി നമുക്ക് പരിശ്രമിക്കണം. അതിനാവശ്യമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതുവഴി അത് നമ്മുടെ ഈ വൈപ്പിൻകാരുടെ സാമൂഹിക ജീവിതത്തിൽ മാത്രമല്ല, അതിൻ്റെ സാമ്പത്തിക മേഖലകളിൽ തന്നെ വലിയ പരിവർത്തനങ്ങൾ വരുത്താനുള്ള ഒരു കാര്യമാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടും വലിയ സഹായങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഒരുപാട് ഏജൻസികളുണ്ട്. നമ്മൾ സ്ഥലവും അതുപോലുള്ള സൗകര്യങ്ങൾ കൊടുത്താൽ മാത്രമല്ല, ഒരുപാട് ഏജൻസികൾ നമ്മളെ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്കത് നടപ്പാക്കാൻ കഴിയും. അപ്പോൾ മാലിന്യമില്ലാത്തൊരു വൈപ്പിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് മാറ്റാനായിട്ട് കഴിയും. ആരോഗ്യ മേഖലയിൽ ഇതുപോലെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ മേഖല നമ്മൾ നല്ല കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. കുറെ കൂടി നമുക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ കഴിയണം. എല്ലാ വർഷവും സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഞാൻ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ +2-നുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ നൽകാറുണ്ട്. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കഴിഞ്ഞ തവണ നമ്മുടെ വിദ്യാഭ്യാസ അവാർഡിലാണ് സൈലന്റ് ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ടാണ് നടത്തിയത്. നമ്മുടെ മണ്ഡലത്തിൽ 4 കുട്ടികൾക്ക് 2 ലക്ഷം രൂപ 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. വാർഷിക പദ്ധതികൾക്ക് അന്തിമരൂപം നൽകാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടന്നത്. സമയം ദുഃഖിച്ചുകൊണ്ട് പോയതുകൊണ്ട് താമസം ആരംഭിച്ചുകൊണ്ട് വളരെ നീട്ടിയെന്ന് പറയുന്നില്ല. നമ്മുടെ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രൂപീകൃതമായിട്ട് ഏകദേശം 30 വർഷം തികയാണ്. കേരളത്തിലാണെങ്കിൽ 23 വർഷത്തോളമായി ജനകീയാസൂത്രണം എന്ന പദ്ധതിയിലൂടെ കടന്നുപോകുന്നത്. സ്വാഭാവികമായും ഈ ജനകീയാസൂത്രണം വന്നതിന് ശേഷം, ത്രിതല പഞ്ചായത്ത് വന്നതിന് ശേഷം കേരളത്തിലെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഉണ്ടായ മാറ്റം അസുഖാവഹമാണ്. വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് 3 പഞ്ചായത്തുകൾ കൂടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒന്നാം തരത്തിലുള്ള ജനകീയ സമിതികളിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ നടന്നു വരുന്നത്.
വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ 56 ചതുരശ്ര കിലോമീറ്ററോളം ഏരിയയുള്ള ഈ ഭൂപ്രദേശം കടലിലും കായലിലും ഇടകിടക്കുന്ന ഒരു പ്രദേശമാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ വെള്ളക്കെട്ടുകളാണ്. ഇവിടെ ഭൂപ്രദേശങ്ങൾ കുറവാണ്. അതുമാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെയാണ്. അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് ആസൂത്രണ സമിതിയും ബ്ലോക്ക് പഞ്ചായത്തും ഭരണസമിതിയും നടപ്പിലാക്കാൻ അംഗീകരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു ഘട്ടമാണെന്ന് നിങ്ങൾക്കറിയാം. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തു നിന്നും അഭൂതപൂർവമായ രീതിയിലുള്ള വെള്ളം കയറ്റമാണ്. ഇത് മുൻപുണ്ടായിരുന്നെങ്കിലും ഓരോ വർഷം ചെല്ലുമ്പോഴും ആ കയറുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി ഇവിടുത്തെ ജീവിതം ദുസ്സഹമായി പോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യാനുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കാര്യമായി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മുടെ ലൈഫ് പദ്ധതി. ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്ന മഹത്തായ പ്രവർത്തനം കേരള ഗവൺമെൻറ് നടപ്പിലാക്കി വരുമ്പോൾ അത് ഒത്തുചേർന്നുകൊണ്ട് കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ട് ഈ നമ്മുടെ പ്രദേശത്തുള്ള അർഹരായില്ലാവർക്ക് വീട് കൊടുക്കുക എന്ന പ്രവർത്തനത്തിൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉത്പാദന രംഗത്ത് വലിയ ശ്രദ്ധയാണ് നമ്മുടെ പദ്ധതിയിലുള്ളത്. അതൊന്ന് വൈപ്പിൻകരയുടെ ഒരു കാലത്തെ സാമ്പത്തിക മേഖലയായിരുന്നു പൊക്കാളി കൃഷിയായിരുന്നു. പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ നെല്ലും അതുപോലെ തന്നെ ചെമ്മീൻ കൃഷി രണ്ടും കൂടിയ ഈ സങ്കര ഏർപ്പാടിനാണ് പൊക്കാളി കൃഷി പറയുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു നെല്ലിനെ മാത്രം പൊക്കാളി കൃഷി മറ്റ് ചെമ്മീൻ കൃഷിയും മാറ്റുന്നുണ്ട്. ഇവിടുത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളും ഒന്നായി കാണും. അങ്ങനെയുള്ള ആ പൊക്കാളി കൃഷിയുടെ പ്രസക്തി പല കാരണങ്ങൾ അതിനെക്കുറിച്ചില്ലാതെ ആ കാരണങ്ങളാൽ പല കാരണങ്ങളാൽ ഇല്ലായ്മ അതിനെ റിവൈവ് ചെയ്യുക, ഇത് തിരിച്ചു പിടിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. നമ്മുടെ വികസന സംഘത്തിലും പ്രധാനമായിട്ട് കാണുന്നു. അതുപോലെ ശേഷം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പദ്ധതികളും ആണ് നമ്മളിവിടെ ക്രോഡീകരിച്ച് ഒരു കരട് പദ്ധതി രേഖയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കാകെ 8,18,13,375 രൂപയാണ് നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ വരവ്. ഇത് വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ മേഖലകളിലേക്ക് നമ്മൾ തിരിച്ചാണ് ഈ തുക ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു മേഖലയിലും കൂടുതൽ വെക്കാനോ കുറവ് വെക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ സർക്കാർ നിർദ്ദേശപ്രകാരം ഓരോ പദ്ധതിക്കും ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്കും വേണ്ട പദ്ധതി പൈസ കണക്കാക്കിയാണ് നമ്മൾ 8,18,13,375 രൂപ വിഭജിച്ചിരിക്കുന്നത്. ഈ വിഭവ സ്രോതസ്സുകളും നമ്മൾ വിലയിരുത്തിയിരിക്കുന്നതെല്ലാം 64-ാമത്തെ പേജിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിത് ഓരോന്നും വായിച്ചു പോകുന്നില്ല. നാളിതുവരെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5ാമത്തെ വികസന സെമിനാറാണെന്ന് നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തേതും. ഇതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആസൂത്രണ സമിതി അംഗങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് ഒന്നുകൂടി ഇതെല്ലാം ഗ്രൂപ്പിൽ നിന്ന് ചർച്ച ചെയ്ത് ഇതൊരു സമ്പൂർണ്ണ രേഖയായി പദ്ധതി രേഖയാക്കി മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ വികസന സെമിനാറിന് അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA, മറ്റ് വേദിയിലും സദസ്സിൽ നീക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വികസന കാഴ്ചപ്പാടും അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റും അതുപോലെ പ്രിയപ്പെട്ട ഒരുപാട് നേരം ദീർഘമായി തന്നെ പ്രസംഗിച്ചുകൊണ്ട് ഈ
ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നുണ്ടായി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണസമിതിയുടെ ഒരു ലാസ്റ്റത്തെ 2026 വർഷം എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതിയുടെ ഒരു രാഷ്ട്രത്തെ വികസന സെമിനാറാണ് ഇവിടെ നടത്തുന്നത്. എന്തെങ്കിലും നമ്മൾ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആദ്യം ആസൂത്രണ സമിതി കൂടുകയും പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും അതിനുശേഷം ഗ്രാമസഭ കൂടി കൊണ്ടാണ് ഈ വികസന സെമിനാറിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലായി നല്ല പദ്ധതികളൊക്കെ ഇവിടെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്ക് വേണ്ടി നല്ല പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ വർഷം സാധിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്രൂപ്പിലുള്ള ചർച്ചയാണ്. ഒരു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ സമയം ഇനി ഒരുപാട് വിളിച്ചതുകൊണ്ട് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ഏറ്റവും വേഗം വേണ്ട ഗ്രൂപ്പിലുള്ള ചർച്ചയാണ്. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ജനങ്ങളുടെ പേരെയും വള്ളിപ്പുറ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരുടെ ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. ഇവിടെ സന്നിഹിതരായുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാർ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ദേവരാജൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രിയമുള്ള ശൈലരെ, നമ്മൾ വളരെ ഗൗരവമായ രീതിയിലാണ് ഇതിന് മുന്നേ സംസാരിച്ചവരെല്ലാവരും സംസാരിച്ചു പോയത്. ഇനി അതിനകത്ത് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ സ്വാഗത പ്രാർത്ഥനയും MLA നടത്തിയ അവരുടെ പ്രസംഗത്തോട് നിങ്ങൾക്ക് തോന്നിയ ഇഷ്ടം, ആ ഇഷ്ടം ഏതായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടിട്ട് ഇതിനെ എല്ലാവിധ ആശംസകളും നേരില്ല എന്നതാണ് എൻ്റെ ചുമതല. പിന്നെ സ്വാഗത പ്രാസംഗയും സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുവരുന്ന കാര്യവും എനിക്ക് മനസ്സിലായ അവസാനം MLA വന്ന് കയറിയപ്പോഴാണ് ബോധ്യപ്പെട്ടത്. MLA വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോന്നിനും പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ MLA എത്തുകയാണ്. പിന്നെ അദ്ദേഹം കൂടുതൽ പ്രസംഗിക്കുന്നതിന് കാര്യം അദ്ദേഹം തന്നെ സ്വയം ആലോചനയാണ്. സ്വയം തന്നെ പറഞ്ഞു, മോഹൻലാലിനെ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നിയത് അതിനേക്കാളും ചേരുന്നത് നമ്മുടെ പരമൻ പത്താണ്ടുകൾ എന്ന് പറയുന്ന വികസനത്തിന്റെ കഥാപ്രസംഗമാണ്. എല്ലാം ഞാൻ ഈ ബ്രേക്ക് ചെയ്യുന്നത് തമാശക്ക് വേണ്ടി നമുക്ക്, അല്ലാതെ ഗൗരവത്തിൽ തന്നെ പോയുള്ള കാര്യമില്ല. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ 20 അവസാനത്തെ വികസന സെമിനാറാണ്. എത്രയോ വികസന 4 വികസന സെമിനാർ കഴിഞ്ഞു. അതിന്റെ അവസാനം നമ്മൾ പൂർത്തീകരിച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഏറ്റവും നല്ലൊരു വികസന സെമിനാറായിട്ട് മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒക്കലിലേക്ക് പോയിട്ട് ഞാൻ ഇതൊന്നും ശൈലി പോയില്ലെന്നറിയില്ല. ഒക്കലിലേക്ക് പോയിട്ട് ഞാൻ ഇവിടെ ഇത് തീരാൻ വേണ്ടി തന്നെ 2 വാക്ക് ആശംസിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. പിന്നെ ഈ വികസന സെമിനാറിൽ പുതിയതൊന്നും ഇല്ലല്ലോ. MLA നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമഗ്രമായിട്ട് അവതരിപ്പിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഘട്ടഘട്ടമായിട്ടുള്ള നടപടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിക്കുന്ന ജില്ലാ പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിമിതമായ ഫണ്ടാണ് അനുവദിക്കുന്നതിലും ഏറ്റവും പരമപ്രധാനമായ വകുപ്പാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നടപ്പിലാക്കാനുള്ളത്. അത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തന്നെ എനിക്ക് അറിയാൻ സാധിക്കും. പക്ഷെ വിലയില്ല എന്ന് മാത്രമേ. പക്ഷെ അതൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ പഴയകാലത്തെ മുച്ചട്ടി അരിപ്പ് എന്ന് പറയുന്നതിന് വരുന്നത് ഒരു 4 ചട്ടി അരിപ്പാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസൂത്രണ സമിതി കൂടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നു, അവിടെ ഒരു അരിപ്പ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രാമസഭ നടത്തുന്നു, കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെന്താണ് അവസാനത്തെ ഫിൽട്ടറിംഗാണ് വികസന സെമിനാർ എന്ന് പറയുന്നത്. 99% പേരാണ് നമ്മളത് തീരുമാനമെടുക്കുന്നത്. ഇത് കരട് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കരട് പെറുക്കിക്കളയാണ്. അങ്ങനെ സമ്പൂർണമായ ഈ വർഷത്തെ പ്രോജക്റ്റാക്കി മാറ്റി പിന്നത്തെ സ്റ്റേജാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇത് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. ആ ഒരു പ്രവർത്തിയിൽ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഭാഗമാകണം.
ഞാനും ഭാഗഭാഗമാണ്. എൻ്റെ സഹപ്രവർത്തക ഷൈനി ജില്ലാ പഞ്ചായത്ത് ഒപ്പുന്നതിലോട്ട് നിങ്ങൾക്കറിയാം കാഴ്ചവെക്കുന്ന പെർഫോമൻസ് എത്രയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജാഗ്രതയോ മറ്റൊന്നുമില്ല, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ എളിമയോട് ചെയ്ത് പോകുന്നതാണ്. നിങ്ങളുടെ അനുഗ്രഹം ഇനി ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ സമയത്ത് ആശംസയെല്ലാം പറഞ്ഞ് എനിക്ക് പറയേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ച് കരട് രേഖ നമ്മുടെ മുമ്പിലുണ്ട്. ആ രേഖയിൽ കൂട്ടിച്ചേർക്കലുകൾ കൂടി നടത്താൻ ഉതകുന്ന വിധത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചർച്ചയ്ക്കുള്ള സമയമാണ്. ആ ചർച്ചയ്ക്ക് വേണ്ടി പിന്നീട് സമയം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വൈപ്പിൻ കരയുടെ പ്രത്യേകിച്ച് നമ്മുടെ ഡിവിഷനിലെ വൈപ്പിൻ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ പരിധിയിൽ വരുന്ന പ്രദേശത്ത് സമ്പൂർണ്ണമായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിൽ ഒരു കരട് അവിടെ വിഭാഗം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ